നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടിരിക്കുമ്പോൾ, ആരും തുണയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുക, ആരുമില്ല എനിക്ക് എന്നുള്ളൊരു സാഹചര്യം എത്തുമ്പോൾ പലപ്പോഴും നമ്മൾ പല ദേവതമാരെ ആശ്രയിക്കാറുണ്ട്. അതിന് പെട്ടെന്ന് തന്നെ മറുപടി തരുന്ന ഒരുപാട് ദേവതമാരുണ്ട്. നമ്മളുടെ ഒരു വിളിക്ക് കാതോർത്ത് നിൽക്കുന്ന പല ദേവതമാരുണ്ട്. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായൊരു സ്ഥാനം, പെട്ടെന്ന് അനുഗ്രഹിക്കുന്ന, നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദേവന്മാരിൽ ഏറ്റവും ഉന്നത സ്ഥാനം കൊടുക്കാൻ പറ്റുന്ന 2-3 ഭഗവാന്മാരുണ്ട്. അതിൽ ഒരാളാണ് ഗണപതി ഭഗവാൻ, ഗണേശൻ. ഒരു സംശയവും വേണ്ട. നിങ്ങൾ തളർന്നിരിക്കുകയാണെങ്കിൽ ഒരു കൂട്ടുകാരനെ പോലെ, സഹോദരനെ പോലെ, അമ്മയെ പോലെ, അച്ഛനെ പോലെ തുണ നൽകുന്നൊരു ഭഗവാനാണ്. എപ്പോഴൊക്കെ വിളിക്കുന്നു അപ്പോഴൊക്കെ സാന്നിധ്യം അറിയിക്കുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാനെ. വെല്ലാൻ ആ കാര്യത്തിൽ ആരുമില്ല. ഹനുമാൻ സ്വാമി അങ്ങനെ തന്നെയാണ്. ഹനുമാൻ സ്വാമി ഇങ്ങനെ തന്നെയാണ്. നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഹനുമാൻ സ്വാമിയെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചാൽ വരും, വായു വേഗത്തിൽ വരും. അതുപോലെ തന്നെയാണ് ഗണപതി ഭഗവാനും. ഗണപതി ഭഗവാന്റെ ആ പ്രമാണം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കലൗ ചണ്ഡി വിനായകവും, കലികാലത്തിൽ ചണ്ഡീദേവിയും വിനായക ഭഗവാനുമാണ് പ്രത്യക്ഷ ഫലം നൽകുന്നത് എന്നാണ് നമ്മളുടെ പൂർവികർ പറയുന്നത്. അതിന് ഒരുപാട് കാര്യമുണ്ട്. ഹാരേക്ക സഹാര എന്ന് നമ്മൾ കാട്ടൂശ്യാംജിയെക്കുറിച്ച് കേട്ടു. കാട്ടൂശ്യാം എന്ന് പറയുന്ന ആ ഒരു ദേവത തോറ്റവരുടെ സുഹൃത്താണ് എന്ന് പറയും. അത് തന്നെയാണ് ഗണപതി ഭഗവാൻ. തോറ്റിരിക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ ഇനി എന്താകുമെന്ന് ഒരു പിടുത്തവുമില്ലെങ്കിൽ, എല്ലാ തരത്തിലും നമ്മൾ ഒറ്റപ്പെട്ടുവെങ്കിൽ ഗണേശൻ കൂടെ ഉണ്ടാവും. ഗണേശൻ കൂടെ ഉണ്ടെങ്കിൽ വിചാരിച്ചുകൊള്ളൂ, ജീവിതം ഇനി ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുകയാണ്. അത് ആത്മീയമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും. അതെന്താണ് അതിന് കാരണം? ഗണപതി ഭഗവാൻ മൂലാധാരത്തിൻ്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ മൂലാധാരത്തിൽ നിന്നാണ് എല്ലാ ആത്മീയ ക്രിയകളും തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാം. പൃഥ്വി തത്വം നമ്മൾ ആദ്യം പറയില്ലേ, നീ ഒന്ന് നിലത്തുറച്ചു നിൽക്ക്, ആദ്യം ഒന്ന് ഉറച്ചു നിൽക്ക്, എന്നിട്ട് വലിയ സ്വപ്നങ്ങൾ കാണാമെന്ന് പൂർവികർ പറയില്ലേ. അതുപോലെ നമ്മളെ ഉറപ്പിച്ച് നിർത്തുന്ന ആ പൃഥ്വി തത്വം, ആ ഭൂമി തത്വം, അത് ഭഗവാന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗണേശനെ വിളിക്കുന്ന ഒരാൾക്ക് ഒരു കാര്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. നമ്മൾ പലപ്പോഴും ഗണപതിയെ വിളിക്കുന്നതിന് മുൻപ് ഒരാളുടെ ജീവിതം ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു ദിവസം ചിലപ്പോൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ അടുത്ത ദിവസം ചിലപ്പോൾ അദ്ദേഹത്തിന് മന്ത്രമോ നാമോ ജപിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ പലപ്പോഴും ഇടവിട്ടായിരിക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ചില ദിവസം മനസ്സുണ്ടായിരിക്കും, ചില ദിവസം ഒരു താല്പര്യം ഉണ്ടായിരിക്കില്ല. അതായത് ഒരു ചിട്ടയില്ലാത്ത ജീവിതമായിരിക്കും. ഒരു ദിവസം നമ്മൾ ജപിക്കുന്നു, മറ്റു ദിവസം നമ്മൾ ജപിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഗണപതി ഭഗവാനെ വിളിച്ചാൽ മാറിക്കിട്ടും. ഗണേശ ഭക്തരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാ സമയം, ഏത് സമയവും, സർവ്വസമയവും അവർ ഊർജ്ജസ്വലരായിരിക്കും. അതായത് എപ്പോൾ വേണമെങ്കിലും ഏതൊരു പ്രവൃത്തി ചെയ്യാനും അവർക്കൊരു താല്പര്യമുണ്ടായിരിക്കും, ഉത്സാഹമുണ്ടായിരിക്കും. അത് ഗണേശൻ്റെ എപ്പോഴും ആഹ്ലാദം ഉണ്ടായിരിക്കും, സന്തോഷമുണ്ടായിരിക്കും. മനസ്സിന്, ഗണേശ ഭക്തർക്ക് എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്തൊരു പ്രത്യേക പ്രകാശം നമുക്ക് കാണാൻ സാധിക്കും. ഗണേശ ഭക്തർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. അവർക്ക് ഒരു സങ്കടപ്പെടാനുള്ള, ഇപ്പോൾ ഒരു സങ്കടപ്പെടുന്ന സാഹചര്യത്തിൽ പോലും അവർ സന്തോഷവാന്മാരായിരിക്കും. സങ്കടപ്പെടാൻ ഗണപതി അനുവദിക്കില്ല, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും ഒരു സങ്കടം വരുന്ന സാഹചര്യത്തിൽ പോലും ഗണേശൻ കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഭഗവാന്റെ ഭാര്യമാരെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. നോർത്ത് ഇന്ത്യയിലൊക്കെ പറയും ഋദ്ധി സിദ്ധി, സൗത്ത് ഇന്ത്യയിലൊക്കെ പറയും, ദക്ഷിണേന്ത്യയിൽ പറയും സിദ്ധി ബുദ്ധി. എന്തുകൊണ്ടാണ് ഭഗവാന് 3 ഭാര്യമാർ? ഇപ്പോൾ പല സമ്പ്രദായങ്ങളിലും പല രീതിയിലാണ് ആരാധനാക്രമം, അതിനനുസരിച്ച് ഭാര്യമാരും വ്യത്യസ്തപ്പെടും. എങ്കിലും ഈ ഭാര്യമാരുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയാൽ ഭഗവാൻ എന്തൊക്കെ തരും എന്നുള്ളത് മനസ്സിലാവും. ഋദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പാദ്യം, ഐശ്വര്യം, ഇതെല്ലാം ഭഗവാൻ തരും. അതാണ് ഭഗവാന്റെ ഒരു ഭാര്യയിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് എന്താണ്? സിദ്ധി എന്താണ്? സാധ്യമായതിനെ സാധകൻ സാധന ചെയ്ത് സിദ്ധമാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. സാധ്യമായതിനെ സാധകൻ സാധന ചെയ്ത് സിദ്ധമാക്കുന്നു, ഒരു കാര്യത്തെ നേടിയെടുക്കുന്നു. ആ സാധനയുടെ പ്രോസസ്സിൽ മുന്നോട്ട് പോകുന്ന ആളെ സാധകൻ എന്ന് പറയും. അത് നേടിക്കഴിഞ്ഞാൽ സിദ്ധനായി മാറും, സിദ്ധി കിട്ടും. അപ്പോൾ ആ സിദ്ധി തരാൻ സാധിക്കുന്നത് അത് ഏത് കാര്യത്തിലുള്ള സിദ്ധി, ഭൗതികമായിക്കൊള്ളട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ, ഏതു കാര്യത്തിലും സിദ്ധി തരാൻ ഭഗവാൻ ഗണേശനെ സാധിക്കുകയുള്ളൂ. ഗണേശന് അത്രയും അനുഗ്രഹദായകനാണ് ഭഗവാൻ. ഇനി എന്താണ് ബുദ്ധി? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗണപതി ഭഗവാനെ ആരാധിക്കുമ്പോഴേ നമ്മൾക്ക് വരുന്നൊരു വ്യത്യാസം എന്താണെന്നറിയാമോ? ഭഗവാൻ വിവേക ബുദ്ധി തരും. ഇതാദ്യം പ്രതിഫലിക്കുന്ന എവിടെയാണെന്നറിയാമോ? നമ്മളുടെ സംസാരത്തിലാണ്. ഗണേശ ഭക്തരാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പണ്ട് സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല ഇപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ ആവശ്യമുള്ള കാര്യം ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ള അത്രയുമേ സംസാരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആ സംസാരത്തിലൂടെ മറ്റു പലരെയും ആകർഷിക്കാൻ സാധിക്കും. പണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന രീതിയിൽ ആ രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പലർക്കും നമ്മളോട് ഒരു വില തന്നെ നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പലപ്പോഴും നമ്മളോട് സംസാരിക്കാൻ തന്നെ പലർക്കും ഇഷ്ടമല്ലായിരിക്കും.
എങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് ഗണേശൻ്റേതായ സ്വരൂപം കാട്ടിത്തരുന്നത്. ഗണപതി ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ സംസാരം വ്യക്തമായിരിക്കും, സ്പഷ്ടമായിരിക്കും. അതുപോലെ തന്നെ ആ സംസാരത്തിലൂടെ പലരെയും ആകർഷിച്ചെടുക്കാനുള്ള ഒരു ശക്തിയും നമ്മൾക്കുണ്ടായിരിക്കും. ഗണേശ ഭക്തർ സംസാരിക്കുമ്പോൾ ആ സംസാരം കേട്ടിരിക്കാൻ വളരെ രസമാണ്. ഞാൻ പല ഗണേശ ഭക്തരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ഗണേശ ഭക്തരാണെങ്കിൽ ആ ഗണേശ ഭക്തരായി കഴിയുമ്പോൾ അവരുടെ സംസാരം വളരെ മികച്ചതായി മാറും. കേട്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. അതുപോലെ തന്നെ നല്ല ബുദ്ധിപരമായ കാര്യമേ സംസാരിക്കുകയുള്ളൂ, ആവശ്യമില്ലാത്ത ഒരു കാര്യവും സംസാരിക്കാറില്ല. അതുപോലെ തന്നെ ഗണേശ ഭക്തരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മറ്റൊരു സ്വഭാവമാണ് ശാന്തത. ഭഗവാൻ ശാന്തമൂർത്തിയാണ്. എപ്പോഴും സന്തോഷിച്ച് അല്ലെങ്കിൽ എപ്പോഴും ആഹ്ലാദിച്ചിരിക്കുന്ന ഒരു ശാന്തമൂർത്തിയാണ് ഭഗവാൻ ഗണേശൻ. എങ്കിൽ നമുക്കറിയാം ഗണേശ ഭഗവാന്റെ സഹോദരനായിട്ടുള്ള മുരുകനോ, ഭഗവാൻ എങ്ങനെയാണ്? യുദ്ധവീരനാണ്. എത്ര പ്രശ്നമുണ്ടെങ്കിലും ആദ്യം നേരിടും, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും. ക്ഷിപ്രകോപിയാണ് ഭഗവാൻ, പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. അതുകൊണ്ടാണല്ലോ മുരുക ഭഗവാൻ സ്വന്തം മാതാപിതാക്കളോട് പോലും ആ വാശിപ്പുറത്ത്, ആ ഉണ്ടായ വാശിയിൽ, മാമ്പഴം കിട്ടാത്ത ആ വാശിയിൽ ഭഗവാൻ കൈലാസം വിട്ട് പഴനിമലയിൽ വന്നത്, പഴം നീ ആയത്. അപ്പോൾ ആ ഭഗവാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? കാരണം ഭഗവാൻ വീരഗുണമാണുള്ളത്. അതേസമയം ഗണേശൻ എന്താണുള്ളത്? ശാന്ത ഗുണമാണ്. അപ്പോൾ നമ്മൾ ഓർക്കും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, ഈ ശാന്തത എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ശാന്തതയാണെന്ന്. ഒരിക്കലുമല്ല. ഇത് ബുദ്ധിപരമായ ശാന്തതയാണ്. ഗണേശ ഭഗവാന്റെ ശാന്തത ബുദ്ധിപരമായ ശാന്തതയാണ്. അതായത് ചിലർ പോരാടി ജയിക്കും, യുദ്ധം ചെയ്ത് ജയിക്കും. ചിലർ യുദ്ധം ചെയ്യാതെ ജയിക്കും, ബുദ്ധിപരമായി നീങ്ങി ജയിക്കും. അതായത് എങ്ങനെയാണ് യുദ്ധം ചെയ്യാതെ ജയിക്കുന്നത്? ബുദ്ധിപരമായി നീങ്ങുമ്പോൾ. അങ്ങനെ ബുദ്ധിപരമായി ജയിക്കുന്ന ഒരാളാണ് ഗണേശൻ. അതേ ഗുണം ഭക്തർക്കുണ്ടാവും. ഗണേശ ഭക്തർക്ക് നല്ല ബുദ്ധി ഉണ്ടായിരിക്കും, നല്ല ബുദ്ധികൂർമ്മത ഉണ്ടായിരിക്കും. ഈ ബുദ്ധികൂർമ്മത ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി എങ്ങനെ പെരുമാറണമെന്നറിയാം, എപ്പോൾ എങ്ങനെ എന്ത് എന്നുള്ളത് അവർക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് അവർ യുദ്ധം ചെയ്യാതെ ജയിക്കും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പേടിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഇനി എന്താകുമെന്ന് നമ്മൾക്ക് ചിലപ്പോൾ ദേഷ്യമുണ്ടാകും, സങ്കടമുണ്ടാകും. അങ്ങനെ നമ്മൾ മൊത്തത്തിലൊന്ന് വെപ്രാളപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഗണേശ ഭക്തരെ ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് ഒരു തരത്തിലുള്ള വേവലാതിയും കാണില്ല. അവർക്ക് ഇതിനു മുൻപ് തന്നെ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അവരുടെ കണക്കുകൂട്ടലിനനുസരിച്ചേ സംഭവിക്കുകയുള്ളൂ. അതാണ് ഗണേശൻ്റെ ഗുണം. നമ്മളൊരു വിഘ്നം, നമ്മൾ പറയില്ലേ വിഘ്നനാശകനാണ്, വിനായകനാണ്. വിനായകൻ മാത്രമല്ല, ആ ഭഗവാൻ തന്നെ ജയദാതാവുമാണ്. നമ്മൾക്ക് ഒരു വിഘ്നം അകറ്റി വിജയം കണ്ടെത്തി തരും. അവസാനം വരെ കൂടെ ഉണ്ടായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ മാത്രമല്ല, എൻഡിങ്ങിലും ഭഗവാൻ തന്നെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ മൂലാധാരത്തിൽ മാത്രമല്ല അങ്ങ് സഹസ്രാരത്തിലും ഭഗവാൻ പ്രത്യക്ഷമാകും പല രൂപത്തിൽ. അപ്പോൾ അതുതന്നെയാണ് ഭഗവാന്റെ കാര്യം. തുടക്കത്തിൽ മാത്രമല്ല, ഒടുക്കത്തിലും ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഗണേശൻ്റെ ഏറ്റവും വലിയ ആത്മീയ തത്വം, ഭൗതിക തത്വം. അതായത് ഏത് പ്രതിസന്ധിയും പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഭഗവാനെ കൊണ്ട് സാധിക്കും. ആദ്യം മുതൽ അവസാനം വരെ കൂടെ ഉണ്ടായിരിക്കും. ഈ കൂടെയുള്ള കാര്യം പറയുമ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ ഏറ്റവും നല്ല സുഹൃത്താണ്. ഒരു ഭഗവാനെ സുഹൃത്തായി കരുതി എല്ലാം തുറന്നു പറയാമെങ്കിൽ അത് ഗണേശനാണ്. എന്തും തുറന്നു പറയാം, ഏതു കാര്യവും തുറന്നു പറയാം. ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കും. അത് നല്ലപോലെ കേൾക്കുകയും ചെയ്യും. അതേ ഗുണം നമ്മൾക്കുണ്ടാവും. മറ്റൊരാളെ കേൾക്കാനുള്ളൊരു ബോധം നമ്മൾക്കുണ്ടാവും. ഭഗവാന്റെ ആ വലിയ ചെവികൾ പോലെ തന്നെ നമ്മൾ ഒരുപാട് കേൾക്കും. സംസാരിക്കേണ്ടതേ സംസാരിക്കുള്ളൂ. അതായത് ഒരുപാട് കേട്ടാലും സംസാരിക്കേണ്ട സമയമാകുമ്പോൾ സംസാരിക്കേണ്ട കാര്യമേ സംസാരിക്കുകയുള്ളൂ. അതും വളരെ രസമായി സംസാരിക്കും, വളരെ മധുരമായി സംസാരിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും നമ്മളോട് ഒരു സ്നേഹം ഉണ്ടായിരിക്കും. പണ്ട് സംസാരിക്കുമ്പോൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പണ്ട് സംസാരിക്കുമ്പോൾ പലരെയും നമ്മൾ പല രീതിയിൽ മുഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗണേശ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായും സ്പഷ്ടമായും മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. ഒരു ഹാസ്യം അല്ലെങ്കിൽ ഒരു നർമ്മം കലർന്ന രീതിയിൽ സംസാരിക്കുകയുള്ളൂ. പലരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, അവരുടെ മുഖത്തൊരു ചിരി പടർത്തുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയുള്ളൂ. നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത്, നമ്മളെല്ലാവരും തന്നെ പലരെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ വിഷമത്തിലാഴ്ത്തുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർക്ക് നമ്മളെ കാണുമ്പോൾ പേടിയായിരിക്കും. ഇവനെ നമ്മളുടെ അടുത്ത് നിന്ന് വന്നാൽ ആ ദിവസം തീർന്നു എന്ന് ചിലർ പറയും. അവനെ കണി കണ്ടാൽ പോയി എന്ന് ചിലരെക്കുറിച്ച് പറയില്ലേ, അവൻ്റെ സംസാരം കേട്ടാൽ പോയി. പക്ഷേ ചിലരെ വരുമ്പോഴോ നമുക്ക് സന്തോഷമായിരിക്കും. അവർ നമ്മളുടെ അടുത്ത് വരുമ്പോഴും നമ്മളുടെ അടുത്തിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് വളരെയധികം ആഹ്ലാദമായിരിക്കും, സന്തോഷമായിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയായി നമ്മൾ മാറും ഗണേശനെ ആരാധിക്കുമ്പോൾ. ഭഗവാൻ വളരെ ആഹ്ലാദപ്രിയനാണ് എപ്പോഴും. അതാ പറയുന്നത്, ഗണേശനെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമില്ല. എല്ലാ കാര്യവും ഭഗവാനെ കൊണ്ട് സാധിക്കും. എന്തിനേറെ പറയുന്നത്, ശത്രുക്കളെ പോലും സംസാരിച്ച് വീഴ്ത്താൻ പറ്റുന്നൊരു ഭഗവാൻ, അത് ഗണേശനാണ്. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ കാര്യത്തിലും പറയും, വാളെടുത്ത ആളെ കൊണ്ട് ആ വാള് താഴെ ഇടിപ്പിച്ച ആളാണ് ഭഗവാൻ എന്ന് പറയും. അതുപോലെ സംസാരത്തിന് അത്രയും മധുരമുള്ളവരാണ് ഇവരൊക്കെ. അപ്പോൾ അതേ ഗുണം നമ്മളിലേക്കും വന്നു ചേരും. അതൊരു നല്ല ഗുണമല്ലേ, ഏറ്റവും നല്ല ഗുണമല്ലേ.
പറയുകയാണെങ്കിൽ അതാണ്, ഒരാൾക്ക് സന്തോഷം നൽകുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയുന്ന കാര്യം, അവസാനമായിട്ട് ഭഗവാനെക്കുറിച്ച് ആദ്യം തന്നെ പറയേണ്ടതാണ്, എല്ലാ വിഘ്നങ്ങളും അകറ്റി നമ്മൾ ജീവിതത്തിൽ തളർന്നിരിക്കുകയാണെങ്കിൽ, ഒരു വഴിയില്ലെങ്കിൽ ആ വഴിയെല്ലാം തുറന്നു തരുന്നത് ഈ ഭഗവാൻ തന്നെയാണ്, ഈ ഗണേശനാണ്. അതിലൊരു സംശയവുമില്ല. ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഭഗവാനെ ആരാധിക്കുമ്പോഴും സ്തോത്രങ്ങൾ ജപിക്കുമ്പോഴും ഒക്കെ ഭഗവാൻ വഴി തുറന്നു തരും. അത്രയ്ക്കും കരുണാമൂർത്തിയാണ്, ഒരു സുഹൃത്താണ് ഭഗവാൻ. നല്ല സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഭഗവാനാണ്. നിഷ്കളങ്കനാണ്, അതേ നിഷ്കളങ്കത നമ്മളിലും വരും. അതുപോലെ തന്നെ ജീവിത വിജയമുണ്ടാവും, ഒരു സംശയമില്ല. ഗണപതി ഭഗവാനെ ആരാധിക്കുന്ന ഒരാളും ഇന്നേ വരെ അവരാഗ്രഹിക്കുന്ന കാര്യം എന്താണെങ്കിലും, ഒരു നല്ല ജോലിയാണെങ്കിൽ ആ നല്ല ജോലി ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക. ആത്മീയപരമായി എനിക്ക് ജീവിതത്തിലൊന്നും വേണ്ട, സമ്പാദ്യമൊന്നും വേണ്ട, ആത്മീയപരമായി മുന്നോട്ട് പോയാൽ മതി. എങ്കിലും ആദ്യം ഗണപതിയെ വിളിക്കണം. ഗണേശനാണ് നമ്മളെ ആത്മീയമായ ഉന്നതിയിലേക്കും പെട്ടെന്ന് എത്തിക്കുന്നത്. എല്ലാം ഭഗവാനെ കൊണ്ട് സാധിക്കും. ഭൗതികമാണെങ്കിൽ ഭൗതികം, ആത്മീയമാണെങ്കിൽ ആത്മീയം. എന്തിനും ഭഗവാൻ തുണയുണ്ടായിരിക്കും. അതുപോലെ സ്നേഹിക്കണമെന്നേ ഉള്ളൂ. ഭഗവാൻ സ്നേഹിച്ചാൽ തിരിച്ച് അത്രയും സ്നേഹിക്കുന്നൊരു ഭഗവാനാണ്. നമ്മൾ മലയാളികൾക്ക് മാത്രമേ ഭഗവാനെക്കുറിച്ച് അത്ര ആഴത്തിൽ അറിയാത്തതുള്ളൂ. അതുകൊണ്ട് തന്നെ ഭഗവാനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ആ ഭഗവാന്റെ തത്വം, സ്നേഹം എല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഗണേശനെ ഇഷ്ടമാണെങ്കിൽ, ആ ഭഗവാന്റെ മുഖം കണ്ടിട്ട് ആ സ്വരൂപം ഇഷ്ടമാണെങ്കിൽ, ഇതെൻ്റെ ഇഷ്ടദേവനാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്നേഹം തോന്നിയെങ്കിൽ, ഭഗവാനെ ആരാധിച്ചു തുടങ്ങിയാൽ നമ്മൾക്കെല്ലാം മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പല വ്യത്യസ്തമായ സ്നേഹമാണ് പല ദേവതമാരോടും തോന്നുന്നത്. അപ്പോൾ ഇഷ്ടദേവനെ കണ്ടെത്തേണ്ടത് നമ്മൾ ജാതകപരമായി കണ്ടെത്തും. പക്ഷേ അതിനപ്പുറം നമ്മളുടെ മനസ്സിനെ, അല്ലെങ്കിൽ ഗുരു തരും ഏതാണ് ദേവൻ. പക്ഷേ ഇതിനെ എല്ലാം മറികടന്ന് നമ്മൾക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾക്ക് ഏത് ദേവനോടാണോ ഇഷ്ടം ആ ദേവനെ കരുതി മുന്നോട്ട് പോകുക. അതിനപ്പുറം പിന്നീട് ഗുരു വരുമ്പോൾ ഗുരു എന്താണോ പറയുന്നത് അത് ചെയ്യുക. പക്ഷേ നമ്മളുടെ മനസ്സിന് ഏതാണോ ദേവൻ ഇഷ്ടം, ഏത് ദേവനെയാണോ ഇഷ്ടം ആ ദേവനെ ആരാധിക്കുക. ഗണേശനെയാണോ ഇഷ്ടം എങ്കിൽ തീർച്ചയായും ആരാധിക്കുക. ഇതുപോലെ കൂടെ നിൽക്കുന്നൊരു ഭഗവാൻ വേറെയില്ല. ഗണേശ ഭക്തരാണെങ്കിൽ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോയാൽ ആ സ്നേഹം അനുഭവിക്കാൻ സാധിക്കും. ആ ഹോപ്പിലും